പിടിച്ചു. ഇതാ പോയി. ഗപ്പു വീഡിയോ ഗെയിം ഓൺ ചെയ്താൽ എന്റെ മുമ്പിലുള്ളവന്റെ ഗെയിം ഓവർ ആയിരിക്കും. അവൻ തോറ്റു തുല്യം പാടും. ഗപ്പു, ഞാൻ നിനക്കൊരു അടിപൊളി ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നീ വീഡിയോ ഗെയിം ഹീറോ അല്ലാതെ റിയൽ ലൈഫ് ഹീറോ ആവാൻ പറ്റും. എന്താ റിയൽ ലൈഫ് ഹീറോയോ? റിയൽ ലൈഫ് ഹീറോ. ഞാനുണ്ടല്ലോ സിറ്റി നടക്കാൻ പോകുന്ന ഡോഗ് ഷോയിൽ നിന്റെ പേര് എൻറോൾ ചെയ്തിട്ടുണ്ട്. എന്താ ഡോഗ് ഷോ? ഞാനങ്ങനെ വെറുതെ ചാവാലി പട്ടികളെ പോലെ ഡോഗ് ഷോയിൽ പോയി കാറ്റ് വാക്ക് ചെയ്യില്ല. ശരിയാ കപ്പു, നിന്നെ കൊണ്ട് വീഡിയോ ഗെയിമിലെ ഹീറോ ആകാനേ പറ്റത്തുള്ളൂ. റിയൽ ലൈഫിലെ ഹീറോ ആകാനേ നല്ല ധൈര്യം വേണം. ധൈര്യം അത് നിനക്കില്ലല്ലേ? ധൈര്യമോ? അല്ലെങ്കിൽ ഈ ഡോഗ് ഷോയിൽ പോയി എന്താണ് ചെയ്യുന്നത്? ആദ്യം നീ ചെയ്ത് കാണിക്ക്, അപ്പൊ ഞങ്ങൾ സമ്മതിക്കാം. എന്താ ഹാപ്പി? തുടങ്ങല്ലേ? ഇനി എന്തെങ്കിലും? കൊള്ളാം, അടിപൊളി. നെക്സ്റ്റ് ടാസ്ക് ക്രോൾ. ഓൾ ദി ബെസ്റ്റ്. അതും കഴിഞ്ഞു. നെക്സ്റ്റ് സ്വിംഗ്. ഇന്നാ പിടിച്ചോ. ഇനിയും പറ. ഗപ്പ് ശരിക്കും ഹീറോ തന്നെ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഇവിടെ എന്ത് സർക്കസ് ആണ് കാണിക്കുന്നത്? മീശ വിരിച്ചിട്ട്. സർക്കസ് അല്ല, ഡോഗ് ഷോ. ഞാൻ ഗപ്പുന്റെ പേര് ഡോഗ് ഷോയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഡോഗ് ഷോ? വേണ്ട വേണ്ട വേണ്ട. ഗപ്പു ഒരു ഡോഗ് ഷോയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. മീനാക്ഷി, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പബ്ലിക്കിൽ നിന്നും അകലം പാലിക്കണമെന്ന്. നമ്മൾ ഭൂതവംശങ്ങൾ ഈ ലോകത്ത് നിന്നും ഒളിച്ചു കഴിയേണ്ടവരാണ്. ഭൂതത്വമോ? അതെന്താണ്? മനുഷ്യർക്ക് മനുഷ്യത്വമുണ്ടെന്ന് പറയുന്ന പോലെ ഭൂതങ്ങൾക്ക് ഭൂതത്വവുമുണ്ട്. മനുഷ്യത്വവും ഭൂതത്വവും ഒരിക്കലും ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ട് നോ ഡോഗ് ഷോ. പക്ഷെ സൂര്യങ്കൾ. നോ മീൻസ് നോ. മീശ വിരിച്ചിട്ട്. മീശ ഇവിടെ വാ. ഗപ്പുവിനെ ഞാൻ എന്തായാലും ഡോഗ് ഷോയിൽ കൊണ്ടുപോയിരിക്കും. പക്ഷെ എങ്ങനെ? നിന്റെ സഹായത്തോടെ ഹാപ്പി. നീ ഒന്ന് ഗപ്പുവായി മാറിയാ മാത്രം മതി. ഇത്രേ ഉള്ളൂ? ഇത്ര ചെറിയ കാര്യം? അതൊക്കെ എനിക്കറിയാൻ പാടില്ല ഇന്നത്തെ കുട്ടികൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. സൂര്യങ്കൾ, ഞാൻ ഹാപ്പിയുടെ കൂടെ പുറത്തേക്കൊന്ന് പോയിക്കോട്ടെ? ശരി, പോയിക്കോളൂ. ബൈ ബൈ ഗപ്പു. ബൈ ബൈ. അത് പിന്നെ പിനാക്കി പറഞ്ഞത് എന്നോട് ഗപ്പുവായി മാറാനായിട്ടല്ലേ? ഓ നോ, പണി പാളി. പിനാക്കി ഇത് നല്ല പണിയാണല്ലോ വന്നിട്ട് പോയത്. ഗപ്പു 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 ഞാനാണല്ലോ. എനിക്കറിയാമായിരുന്നു പിനാക്കി എന്റെ വാക്കുകൾ അനുസരിക്കുമെന്ന്. ഇനി ഞാൻ എങ്ങനെ അങ്കിളോട് പറഞ്ഞ് മനസ്സിലാക്കും പിനാക്കി കണ്ണി പൊടിയിട്ടിട്ട് കടന്നു കളഞ്ഞെന്ന്? വരൂ ഗപ്പു, ഇന്ന് ഞാൻ നിനക്കെന്റെ ഭൂതത്വത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും കഥകൾ പറഞ്ഞു തരാം. ഒത്തിരി ഒത്തിരി കഥകൾ. പോകല്ലേ? ഓ നോ, ഞാൻ പെട്ടുപോയല്ലോ. ഇനി ഓരോ കഥകളൊക്കെ കേട്ട് ഞാൻ എങ്ങനെ ചിരിക്കും? അപ്പോ കഥ നമ്പർ 1. നന്നായിട്ട് പെർഫോം ചെയ്യണം. രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. ഗപ്പു നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഫോം ഫില്ല് ചെയ്തിട്ട് വരാം. നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡോഗിന്റെ പേരും പറയൂ. പെട്ടെന്നാകട്ടെ പെട്ടെന്നാകട്ടെ. ഓഹോ ഗപ്പു, അതിന്റെ അർത്ഥം പിനാക്കിയും ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗപ്പുവിനെ എങ്ങനെയെങ്കിലും ഈ കോമ്പറ്റീഷന് പുറത്താക്കണമല്ലോ. ഗപ്പു ഔട്ടായ പിനാക്കി ഔട്ടാവും. വാ, എന്ത് നല്ല ഐഡിയ ആണ് കിട്ടിയത്. ഗപ്പു ഫെച്ച്. ഞാനൊരു ക്യൂട്ട് പപ്പിയൊന്നും അല്ല ഫ്രിസ്ബിന്റെ പുറകെ കടന്ന് ഓടാൻ. ഇതെന്തൊരു ഡോഗാണ്? ഇതിന് ഫെച്ച് ചെയ്യാൻ കൂടി അറിയില്ലല്ലോ. ഓഹോ, ഈ ഫ്രിസ്ബി ഫെച്ച് ചെയ്തില്ലെങ്കിൽ സന്തോന് മനസ്സിലാകും ഞാൻ സാധാരണ ഡോഗ് അല്ലെന്ന്. ഇവന് വല്ലതും ഡൗട്ടും തോന്നിയാലോ. ഇപ്പൊ ഞാൻ നിന്നെ കാണിച്ചു തരാം.
ഇനി കണ്ടോ ഗപ്പുവും പിനാക്കിയും ഈ കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്ന്. രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഗപ്പു ഗപ്പു ഗപ്പു. അയ്യോ, ഈ ഗപ്പു എവിടെ പോയി? ഇവിടെ ഗപ്പു. ഗപ്പു ഒരു നോർമൽ ഡോഗ് അല്ല, അതുകൊണ്ട് ഗപ്പുവിനെ 4 ചുവരിൽ അടിച്ചിടാൻ പറ്റത്തില്ല. വരൂ ഗപ്പു, രക്ഷപ്പെടാം. ഇതാണ് പുറത്തു വന്നു. ഗപ്പു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? പിനാക്കി, നീ ഇതെന്താ ചെയ്തത്? ഇനി ഞാൻ ഉണങ്ങാതെ ഭൂത് മാജിക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ എന്താ ചെയ്യും? അയ്യോ, ഇവരെന്നെ കണ്ടുവെന്നാ തോന്നുന്നേ. അയ്യോ, എല്ലാ പട്ടികളും നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ ഗപ്പു. ഓടിക്കോ ഗപ്പു. ഈ പട്ടികളൊക്കെ ഇത് എവിടുന്നായി വരുന്നേ? അയ്യോ, ഞാനിതെന്താ ഇട്ടേക്കുന്നെ? ഓ, രക്ഷപ്പെടാം. ഗപ്പു ഗപ്പു. ഞാനേ അങ്ങോട്ട് പോയി. പട്ടികളാ? സഹോദരൻ, ഞാൻ നിങ്ങളുടെ സ്കൂട്ടർ എടുത്തോളെ. അയ്യോ അയ്യോ, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? സോറി ആന്റി, സോറി. ഇന്ന് പട്ടികളൊക്കെ വാർത്തോണ്ട് നടക്കണേ. അയ്യോ, രക്ഷിക്കോ. ഓട് ഗപ്പു, ഓട്. ഇനി വേഗത്തിൽ ഓടിക്കോ, ഓടിക്കോ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അയ്യോ, രക്ഷപ്പെട്ടില്ല. ഗപ്പു, റൈറ്റിലേക്ക് തിരിയെ. നമുക്ക് സിറ്റിയുടെ പുറത്തേക്ക് പോകാം. അവിടെ ആരും കാണില്ല. അത് കൊള്ളാം, ടയർ. ഗപ്പു, ടയറിന്റെ ഉള്ളിൽ കൂടി ചാടിക്കോ. വെരി ഗുഡ് ഗപ്പു. Come on, ഗപ്പു, വേഗം. ഈ ഗേറ്റിന്റെ അടുത്തേക്ക് വരൂ ഗപ്പു. ഗപ്പു, ഈ ഗേറ്റിന്റെ ഇടയിലൂടെ ക്രോൾ ചെയ്തു വരൂ. അവർക്കത് ചെയ്യാൻ പറ്റില്ല. വരൂ ഗപ്പു, രക്ഷപ്പെട്ടു ഇവിടുന്ന്. വെള്ളം. അയ്യോ, വഴി അവസാനിച്ചല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി ഇങ്ങോട്ട് പോകാം. അയ്യോ, ഇത് വല്ലാത്ത ദൂരെയാണല്ലോ. ഗപ്പു, സ്വിംഗ്. Come on, Gappu, come on, Gappu. You can do it. Yay, Gappu, you did it. വരൂ വരൂ. ഇതുകൊള്ളാവല്ലോ. ഇവൻ അറിഞ്ഞപ്പം ഞാൻ ഉണങ്ങി. വരൂ, ഈ ഡോഗ്സ് എല്ലാം എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കും എത്തേണ്ട അടുത്ത് എത്താം. ഡോഗ് ഷോ ഗ്രാം. വരൂ, നമ്മൾ അങ്ങനെ എത്തി. ഈ ഡോഗ് എങ്ങോട്ടേ പോയത്?
ഈ ഗപ്പ എങ്ങനെ പുറത്തേക്ക് വന്നത്? ഇവനെ ഞാൻ അകത്ത് പൂട്ടിയിട്ടിരുന്നതല്ലേ? ഇവിടെ ഇപ്പൊ ഈ ഒരു ഡോഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി ഡോഗൊക്കെ പിന്നെ എവിടെ പോയി? എടാ റോക്കി, നീ എങ്ങോട്ടേ പോയത്? എങ്ങനെ നീ നനഞ്ഞത്? നിനക്ക് എന്താ പറ്റിയത് ടോമി? നീ എങ്ങനെയാ എല്ലാ ഡോഗ്സും ഇവിടെ പെർഫോമൻസിലായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പറ്റിയ ജിൻജർ? ജിൻജർ, എണീക്കൂ. നിന്നെക്കൊണ്ട് പറ്റും ജിൻജർ. നീ പോ, ചെല്ല്. Let the show begin. എന്താ? ഡോഗ്സിന് എന്ത് പറ്റി? സുഹൃത്തുക്കളെ, ഡോഗ് ഷോയിൽ അടുത്ത ടാസ്കാണ് ഹൈ ജംപ്. റോക്കി, ഹൈ ജംപ്. ഓ, ഇതെന്താണ്? ജോബിക്ക് ഇപ്പോൾ തന്നെ വയ്യാതെയായല്ലോ. ഈ ഡോഗ്സ് എല്ലാം പ്രത്യേക രീതിയിലാണല്ലോ പെരുമാറുന്നത്. അപ്പോൾ ഇന്നത്തെ ഉയരത്തിലുള്ള ജമ്പാണ് റോക്കിയുടെ. കണ്ടോ, എന്റെ റോക്കി ജയിച്ചു. നിങ്ങളുടെ ഡോഗി ഫെയിലായി. അപ്പോൾ ഇനി വരുന്നത് ഓബ്സ്റ്റിക്കൽ കോഴ്സ്. എല്ലാ ഡോഗ്സും ചെയ്യുവാന്നുള്ളതാണ് നോക്കാനുള്ളത്. വരൂ, നമുക്ക് നോക്കാം. വരൂ, എല്ലാ ഡോഗ്സും ഫൈനൽ പൊസിഷനിൽ വന്ന് നിൽക്കേണ്ടതാണ്. റോക്കി, ആർ യു റെഡി? വേഗം പോക്, നമുക്ക് ഈ കോമ്പറ്റീഷൻ ജയിക്കണം. ഗോ ഗോ, വേഗം ക്യൂക്ക്. എന്നാ ശരി, നമുക്ക് തുടങ്ങാം. All the best, ഗപ്പു. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഡോക്ടർ എല്ലാം വളരെ നന്നായി ചെയ്യുന്നുണ്ട്. ഗപ്പുവാണ് മുന്നിൽ, റോക്കി തൊട്ട് പിന്നാലെയുണ്ട്. അയ്യോ, ഇതെന്താണ്? ടോമിയും ടൈഗറും നിലത്ത് വീണ് പോയല്ലോ. അങ്ങനെ ഏറ്റവും മുന്നിൽ ഗപ്പ് തന്നെ. രണ്ടാമത് റോക്കി. മൂന്നാമതായി വരുന്നത്, അയ്യോ ഇതെന്താണ്? ഡൂഡിൽ ഒബ്സ്റ്റക്കിൾ കണ്ടത് പോലുമില്ല. അങ്ങനെ ഗപ്പ് തന്നെയാണ് ഏറ്റവും മുന്നിൽ. ഇനിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റൗണ്ട്. എന്താ ഗപ്പ് എന്ന് വിളിക്കുന്ന ഈ കുഞ്ഞു ഡോഗിക്ക് ചെയ്യാൻ സാധിക്കുമോ? കൊള്ളാം, ഗംഭീരം. ഗപ്പ് വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഓ, ഇതാ നോക്കൂ, ഇതെന്താണിത്? റോക്കി ഇതാ നിലത്ത് വീണിരിക്കുന്നു. അങ്ങനെ റോക്കി ഫൈനലിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഗപ്പു കറക്റ്റ് പൊസിഷനിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇത്ര ചെറിയ ഡോഗ് ആയിരുന്നിട്ട് പോലും ഗപ്പുവാണ് ഈ കോൺടെസ്റ്റിലെ വിന്നർ. റോക്കി, നിനക്ക് ഇതുപോലും പറ്റില്ലല്ലോ. Sabash, ഗപ്പു. I'm proud of you. അങ്ങനെ ഇന്നത്തെ ഡോഗ് ഷോയുടെ വിന്നർ ആണ് ഗപ്പു. ഇനി കേൾക്കൂ നീ എന്റെ 132ാമത്തെ കഥ. അങ്ങനെ ശത്രുക്കളുടെ ആക്രമണമുണ്ടായി. അവർ 20 പേർ, ഞാൻ ഒറ്റയ്ക്ക്. നിനക്കറിയാമോ ഞാൻ എന്താണ് ചെയ്തതെന്ന്? ഓ, നീ ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത്? എന്താണ് ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഞാൻ ഒരു കഥയും കൂടെ കേട്ടാൽ ഇവിടെ തല കറങ്ങി വീഴുമോ? ഹാപ്പി, നീ ഇവിടെ? അപ്പോൾ ഗപ്പു എവിടെ? ഗപ്പു ഡോഗ് ഷോയ്ക്ക് പോയി. ഡോഗ് ഷോ?